ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ദീർഘകാലത്തെ ശത്രുത ഒരു തുറന്ന പോർമുഖമായി മാറിയിരിക്കുന്ന ഈ കാലഘട്ടം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെയും ആഗോള സമാധാനത്തെയും വലിയ തോതിൽ സ്വാധീനിക്കുന്നുണ്ട്. ഗാസയിലും ലബനനിലും സിറിയയിലും ഏകപക്ഷീയമായ സൈനിക ആക്രമണങ്ങളിലൂടെ വലിയൊരു ശക്തിയായി സ്വയം അവരോധിച്ച ഇസ്രയേലിന് ഇറാൻ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത പ്രഹരങ്ങളാണ്. ഈ സംഘർഷം അതിന്റെ വ്യാപ്തിയിലും തീവ്രതയിലും ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇറാനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകൾ ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്തെറിഞ്ഞുവെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇസ്രയേൽ സൈന്യം തന്നെ സ്ഥിരീകരിച്ച വിവരമനുസരിച്ച് ഇറാൻ ഒന്നിലധികം പോർമുനകളുള്ള മിസൈലുകളാണ് പ്രയോഗിക്കുന്നത്. ഒരു പോർമുനയ്ക്ക് പകരം പല പോർമുനകളെ തിരിച്ചറിഞ്ഞ് തകർക്കേണ്ടി വരുന്നത് ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിന് വലിയ വെല്ലുവിളിയായിരിക്കുകയാണ്. ഇത് ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ ശേഷിയെ കബളിപ്പിക്കാനും കനത്ത നാശം വിതയ്ക്കാനും ഇറാനെ സഹായിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം 10ഓളം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രയേലിൽ പതിച്ചത്. ഇത് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾക്കും ജീവഹാനിക്കും കാരണമായി. നിരവധി പേർ കൊല്ലപ്പെടുകയും ഡസൻ കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വൻ കെട്ടിടങ്ങളും നിലംപൊത്തി. ഇസ്രയേലിന്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പ് ഈ സംഘർഷത്തിൽ ഒരു വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നുണ്ട്. ഇറാനെ പോലെ ഒരു വലിയ രാജ്യത്തിന് തങ്ങളുടെ നഗരങ്ങളിലെ ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ വിദൂര പ്രദേശങ്ങൾ ഉണ്ടെങ്കിലും കുഞ്ഞു രാജ്യമായ ഇസ്രയേലിന് അത്തരം സാധ്യതകൾ പരിമിതമാണ്. ഒരു ബങ്കർ രാജ്യമായിരുന്നില്ലെങ്കിൽ എത്രമാത്രം ആളുകൾ കൊല്ലപ്പെടുമായിരുന്നു എന്നത് ചിന്തിക്കാൻ പോലും സാധിക്കില്ലെന്ന് ഈ മേഖലയിലെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇത് ഇസ്രയേൽ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ്. സംഘർഷത്തിന് പുതിയ മാനം നൽകിക്കൊണ്ട് ഇറാൻ ക്ലസ്റ്റർ ബോംബുകൾ അടങ്ങുന്ന മിസൈലുകളും പ്രയോഗിക്കാൻ തുടങ്ങിയതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സംഘർഷത്തിൽ ഇറാൻ ഇത്തരം ബോംബുകൾ ഉപയോഗിക്കുന്നത് ഇതാദ്യമായാണ്. മിസൈലുകളിൽ പോർമുനയായി ഘടിപ്പിക്കുന്ന ക്ലസ്റ്റർ ബോംബുകൾ തൊടുക്കുമ്പോൾ ഒന്നാണെങ്കിലും ലക്ഷ്യസ്ഥാനത്ത് പതിക്കുമ്പോൾ 50ഓ 100ഓ ബോംബുകളായി ചിതറിത്തെറിച്ച് വലിയൊരു പ്രദേശത്ത് നാശം വിതയ്ക്കാൻ കഴിവുള്ളവയാണ്. മധ്യ ഇസ്രയേലിലെ അസോറിൽ ഏകദേശം 8 കിലോമീറ്ററോളം ചുറ്റളവിൽ ഇറാൻ തൊടുത്തുവിട്ട ക്ലസ്റ്റർ ബോംബുകൾ പതിച്ചതായും അത് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്നും ടൈംസ് ഓഫ് ഇസ്രയേൽ ലേഖകൻ ഇമാനുവൽ ഫാബിയൻ റിപ്പോർട്ട് ചെയ്യുന്നു. 2008 അന്താരാഷ്ട്ര തലത്തിൽ നിരോധിച്ച ഒരു ആയുധമാണ് ക്ലസ്റ്റർ ബോംബുകൾ. ഈ ബോംബുകളുടെ നിർമ്മാണം, സംഭരണം, കൈമാറ്റം, ഉപയോഗം എന്നിവയ്ക്കെതിരെ 111 രാജ്യങ്ങൾ ഒപ്പുവെച്ച കരാർ നിലവിലുണ്ട്. എന്നാൽ ഇറാനും ഇസ്രയേലും ഈ കരാറിൽ പങ്കു ചേർന്നിട്ടില്ല എന്നത് ആശങ്ക ഉയർത്തുന്ന ഒരു വസ്തുതയാണ്. നിരോധിത ആയുധങ്ങളുടെ ഉപയോഗം സംഘർഷത്തിന്റെ മാനുഷിക പ്രത്യാഘാതങ്ങൾ വർദ്ധിപ്പിക്കും. ഇസ്രയേലിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾക്ക് പോലും ഇറാൻ ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. സൊറോക്ക ആശുപത്രി, മൈക്രോസോഫ്റ്റ് കേന്ദ്രം എന്നിവ ഇറാൻ മിസൈൽ ആക്രമണത്തിൽ തകർത്തു. ദക്ഷിണ ഇസ്രയേലിൽ മിസൈലുകൾ പതിച്ചത് വലിയ ഭീതിക്ക് കാരണമായിട്ടുണ്ട്. ഈ ആക്രമണങ്ങൾ ഇസ്രയേലിന്റെ പ്രതിരോധ ശേഷിയെക്കുറിച്ചും അതിന്റെ സുരക്ഷാ വെല്ലുവിളികളെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. അതേസമയം സംഘർഷം ലഘൂകരിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങളും നടക്കുന്നുണ്ട്. ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചതിന് ശേഷവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ഷിയുമായി പലവട്ടം ഫോണിൽ ചർച്ച നടത്തിയിരുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. എന്നാൽ ഇസ്രയേൽ ആക്രമണം നിർത്താതെ ചർച്ചയ്ക്കില്ലെന്ന നിലപാടാണ് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത്. ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിഷ് മോട്സും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഫോണിൽ സംസാരിച്ചു. ജർമ്മനി ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യമാണെങ്കിലും ആക്രമണത്തിന്റെ ശക്തി കുറയ്ക്കണമെന്നും നയതന്ത്രത്തിന്റെ വഴി തേടണമെന്നും മേട്സ് നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പൊതുവായ ആശങ്കയാണ് സൂചിപ്പിക്കുന്നത്. ഈ ശനിയാഴ്ച തുർക്കിയിലെ ഇസ്താംബൂളിൽ നടക്കുന്ന ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ യോഗത്തിൽ ഇറാൻ വിദേശകാര്യമന്ത്രി പങ്കെടുക്കുന്നത് നിർണായകമാകും. അവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ ഈ സംഘർഷത്തിന്റെ ഭാവി ഗതിയെ സ്വാധീനിച്ചേക്കാം. ഈജിപ്ത്, ജോർദാൻ തുടങ്ങിയ അയൽ രാജ്യങ്ങൾക്കും ഈ സംഘർഷം വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് പശ്ചിമേഷ്യൻ മേഖലയെ മുഴുവൻ അസ്ഥിരപ്പെടുത്തും. ഈ രാജ്യങ്ങളിലെ അഭയാർത്ഥി പ്രവാഹം, സാമ്പത്തിക പ്രതിസന്ധി എന്നിവയെല്ലാം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ആഗോളതലത്തിൽ ഈ സംഘർഷം വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അമേരിക്ക ഇസ്രയേലിനെ സഹായിക്കാൻ രംഗത്തിറങ്ങിയാൽ ഇറാനെ സഹായിക്കാൻ തങ്ങളും രംഗത്തിറങ്ങുമെന്ന നിലപാട് റഷ്യയും ചൈനയും സ്വീകരിച്ചിട്ടുണ്ട്. ഇത് അമേരിക്കയിൽ തന്നെ കടുത്ത ഭിന്നതയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. 3ാം ലോക മഹായുദ്ധത്തിന് ട്രംപ് വഴിയൊരുക്കരുതെന്ന മുന്നറിയിപ്പ് അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും ഉയർന്നു കഴിഞ്ഞു. ഈ സംഘർഷത്തിന് ഒരു ആഗോള യുദ്ധത്തിന്റെ സാധ്യത നൽകുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ കാലങ്ങളായി നിലനിൽക്കുന്ന രാഷ്ട്രീയ അസ്ഥിരതയുടെ ഒരു പുതിയ അധ്യായമാണ് ഈ ഇസ്രയേൽ ഇറാൻ സംഘർഷം. ഇരു രാജ്യങ്ങളും
തങ്ങളുടെ സൈനിക ശേഷി പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ സാധാരണ ജനങ്ങളാണ് ദുരിതം അനുഭവിക്കുന്നത്. ഒരു സമാധാനപരമായ പരിഹാരം കണ്ടെത്തേണ്ടത് ഈ മേഖലയുടെയും ലോകത്തിന്റെയും നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. നയതന്ത്ര തലത്തിലുള്ള ഇടപെടലുകൾക്ക് മാത്രമേ ഈ രൂക്ഷമായ സംഘർഷാവസ്ഥയെ നിയന്ത്രിക്കാൻ സാധിക്കൂ. ഈ പ്രതിസന്ധിക്ക് ഒരു ശാശ്വത പരിഹാരം കാണാൻ അന്താരാഷ്ട്ര സമൂഹം എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു.